ശ്രീൻ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ശ്രീനി അച്ഛനായില്ലേ, സന്തോഷമാണ്. സോ 2 ദിവസമായിട്ട് നില കുറച്ച് അപ്സെറ്റ് ആണ്. ബിക്കോസ് ശ്രീനി ചെന്നൈ പോയപ്പം നിലയ്ക്ക് ശ്രീനിനെ മിസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു അപ്സെറ്റ് ആണ്. പക്ഷെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഹലോ ഡാഡി എവിടെയാ ചോദിച്ചാ ഹലോ എന്ന് പറയും. എന്താ വിളിക്കുക? നില നില അല്ല, അമ്മേനെ എന്താ വിളിക്കുക? എന്നെ വിളിച്ചിട്ടില്ലടാ ഒന്നും. ഡാഡിന്നാണോ ഫസ്റ്റ് വിളിക്കുന്നത്? ഡാഡാ പറയും, അമ്മ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ അച്ഛനാണ് കൂടുതൽ പാപ്പ പറയും, അമ്മ പറഞ്ഞിട്ടില്ല. എന്റെ കുട്ടി കുറച്ച് വെറൈറ്റി കുട്ടിയാണ്. എനിക്ക് കോംപ്ലക്സ് ഒന്നുമില്ല, എനിക്ക് കുട്ടിയാണ്. അപ്പൊ എന്തുണ്ടെങ്കിലും ശ്രീനിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവളെ ഡീൽ ചെയ്യുന്നത് ശ്രീനിയാണ്. ശരി. ഈ നീളം വന്നതിന് ശേഷം പേളിയുടെ ലൈഫിലും അതുപോലെ ശ്രീനി ചേട്ടന്റെ ലൈഫിലും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്തായിരുന്നു? മെയിൻ ഒരു മാറ്റം obviously 100% ഇപ്പൊ നിലയാണ് എന്റെ ലൈഫിലുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി definitely because I have always wanted a baby. I love babies. So we were so happy because even the pregnancy we enjoyed. Wow, വന്നതിന് ശേഷം we enjoying. And ശ്രീനി ചേട്ടനിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താ ഒരു അച്ഛനായതിനു ശേഷം? അതായത് പണ്ട് ശ്രീനിയുടെ അകത്തുള്ള ഒരു കൊച്ചിനെ ഞാൻ പിന്നെയും കാണാം. ബിക്കോസ് ശ്രീനി അവളെ കൊഞ്ചിക്കുമ്പോ അവളിൽ ഒരാളായിട്ട് ഇരിക്കണ്ടേ, ചക്കടി കഴിക്കുമ്പോ ഐ ക്യാൻ സീ ദാറ്റ് സൈഡ്. അത് ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല. എന്നെ അങ്ങനെ കൊഞ്ചിച്ചിട്ടില്ല, റൊമാൻറ്റിക് ആണല്ലോ. അപ്പൊ ശ്രീനിയുടെ അകത്തുള്ള ഒരു നല്ലൊരു ഫാദർ, ഒരു കുട്ടിയുണ്ട്, അമേസിംഗ് ഫാദർ. ആൻഡ് ഹീൽ ആന കളിക്കാനും എന്തിനും റെഡിയാണ്. സോ ഹീസ് വെരി ഫ്ലെക്സിബിൾ ദാറ്റ് വേ. അപ്പൊ അത് കാണുമ്പം ഐ നോ ദാറ്റ് ഷീ ഈസ് വെരി ലക്കി. നില ഈസ് ലക്കി ദാറ്റ് ഇത്രയും നല്ലൊരു ഫാദറിനെ കിട്ടി. പ്ലസ് ശ്രീനി ഈസ് എ വെരി സപ്പോർട്ടീവ് ഹസ്ബൻഡ്. അതായത് ഇപ്പം ഞാൻ പണ്ടത്തേനേലും ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ളത് ഇസ് ബിക്കോസ് എൻ്റെ ഡാഡി എന്നെ എങ്ങനെയാണോ പുഷ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഡാഡി എന്നെ സപ്പോർട്ടാണ് ചെയ്തത്. പക്ഷെ ശ്രീനി എന്നെ സപ്പോർട്ട് പ്ലസ് പുഷാണ് ചെയ്യുന്നത്. അതായത് അത് ചെയ് രണ്ടും എല്ലാത്തിനും സപ്പോർട്ടാണ്. അതായത് കൊച്ചിനെ ഞാൻ നോക്കിയാൽ നീ പോയി ചെയ്യുന്നുള്ളൊരു സാധനം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഫിറ്റ്നസിലേക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ കുറെ ഫിറ്റ്നസിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി എനിക്ക് ഒരു നല്ലൊരു ട്രെയിനറിനെ കിട്ടിയപ്പോ അതിങ്ങനെ പോവാണ്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. ട്രെയിനർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തപ്പോ തന്നെ സോ അങ്ങനത്തെ ഒരു ഞാനിങ്ങനെ അയാൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ശ്രീനി ചേട്ടൻ പുഷ് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ശ്രീനി ചേട്ടൻ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ചൊരു ബോഡി. ഞാൻ കണ്ട സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ബോഡി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ താല്പര്യത്തോട് കൂടി പോയതാണോ എന്ന് ചോദിച്ചത്? ഇല്ല, ബട്ട് ഹി ഈസ് ദ വൺ ഹൂസ് പുഷിംഗ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ പാനിപ്പൂരി എന്നൊക്കെ പറയുന്നത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് പുതിയൊരു ഗിഫ്റ്റ് കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. കുട്ടിമാമ ഞാൻ അത് ഇന്നാണ് കിട്ടിയത്. അത് അന്ന് വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ? അത് കഴിഞ്ഞ് അവര് ഒരു ഓട്ടോയിൽ എടുത്തോണ്ട് പോയടാ. ബിക്കോസ് അതിന് നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടേ റോട്ടിൽ ഇറക്കാൻ പാടുള്ളൂ, റോട്ടിൽ ഇറക്കണമെങ്കിൽ. സോ അത് കഴിഞ്ഞ് ഇന്നാണ് കിട്ടിയത്. ഇപ്പൊ ഐ തിങ്ക് 1 വീക്ക് ആയി അല്ലേ രജിസ്ട്രേഷൻ കിട്ടി. അവര് ഫാൻസി നമ്പർ ആണോ? ഫാൻസി ഒന്നുമല്ല, സാധാ നമ്പർ.